എല്ലാവർക്കും നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലതവണ മഹാഭാരതവും ഭഗവത്ഗീതയും വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ആ ഇതിഹാസ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ സാധാരണ വായനയിൽ തെളിഞ്ഞു വരാത്ത ചില അമൂല്യമായ രത്നങ്ങളുണ്ട്. ശ്രീ വേദവ്യാസൻ എന്ന മഹർഷി അർത്ഥങ്ങളുടെ പല പാളികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ജീവിത സത്യങ്ങൾ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മം? നമ്മുടെ ഈ ആധുനിക ജീവിതത്തിൽ അതിനെ എങ്ങനെ പ്രായോഗികമാക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണിത്. ഒരുപക്ഷെ ഈ കേൾവി നിങ്ങളുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ജീവിതത്തെ തന്നെയും മാറ്റിമറിച്ചേക്കാം. കാരണം ഇത് കേവലം ഒരു കഥയല്ല, നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു കണ്ണാടിയാണ്. അതിനാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അന്ധനായ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാനായി ഒരുമിച്ച് കൂടിയ എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും എന്തു ചെയ്തു എന്ന്. ഇവിടെ വ്യാസൻ ഉപയോഗിച്ച ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം എന്നീ വാക്കുകൾ കേവലം സ്ഥലനാമങ്ങൾ മാത്രമല്ല. അതാണ് ആദ്യത്തെ രഹസ്യം. ധർമ്മക്ഷേത്രം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. എണ്ണമറ്റ ചിന്തകളും വികാരങ്ങളും ധർമ്മസങ്കടങ്ങളും ഉടലെടുക്കുന്ന ഇടം. കുരുക്ഷേത്രം എന്നത് നമ്മുടെ കർമ്മമണ്ഡലമായ ഈ ശരീരവും ജീവിതവുമാണ്. എവിടെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതാണ് കുരുക്ഷേത്രം. അതായത് ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും വഹിക്കുന്നുണ്ട്. മനസ്സിൽ രൂപപ്പെടുന്ന ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷമാണ് ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ കർമ്മങ്ങളായി പരിണമിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ യുദ്ധത്തെക്കുറിച്ചാണ് ഗീത സംസാരിച്ചു തുടങ്ങുന്നത്. എന്താണ് ധർമ്മം? മുന്നോട്ടു പോകും മുൻപ് എന്താണ് ധർമ്മമെന്ന് നാം അറിയണം. ധർമ്മം എന്ന് കേൾക്കുമ്പോൾ ഭിക്ഷ കൊടുക്കുന്നത് മാത്രമാണ് പലരുടെയും മനസ്സിൽ വരുന്നത്. എന്നാൽ അത് ധർമ്മത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ധൃ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന വാക്കുണ്ടാകുന്നത്. ധാരയതി ഇതി ധർമ്മ, അതായത് ഏതാണോ നിലനിർത്തുന്നത് അതാണ് ധർമ്മം. വ്യക്തിയുടെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും താങ്ങി നിർത്തുന്ന നിയമമാണിത്. നമ്മുടെ നാട്ടിൽ പണ്ട് സർക്കാർ ആശുപത്രികളെ ധർമാശുപത്രി എന്ന് വിളിച്ചിരുന്നു. കാരണം ഉള്ളവൻ ഇല്ലാത്തവന് പ്രതിഫലം ഇച്ഛിക്കാതെ നൽകുന്ന സേവനമായിരുന്നു അത്. അതൊരു ഔദാര്യമല്ല, മറിച്ച് സാമൂഹികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു കടമയാണ്. ഇതുതന്നെയാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കേണ്ടത് അവൻ്റെ കടമയും അത് സ്വീകരിക്കേണ്ടത് ഇല്ലാത്തവൻ്റെ അവകാശവുമാണ്. ഈ ധാർമ്മികമായ ഒഴുക്കാണ് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും. ഇനി നമുക്ക് പഞ്ചപാണ്ഡവരിലേക്ക് വരാം. വ്യാസൻ ഈ 5 പേരെ അവതരിപ്പിച്ചിരിക്കുന്നത് വെറും കഥാപാത്രങ്ങളായിട്ടല്ല, മറിച്ച് ഒരു പൂർണ്ണ മനുഷ്യന് ആവശ്യമായ 5 ഊർജ രൂപങ്ങളായാണ്. ഒന്നാമത്തേത് യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്രൻ. യമധർമ്മൻ്റെ പുത്രനായ യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ചഞ്ചലമല്ലാത്ത നീതിബോധം, സത്യസന്ധത, സമചിത്തത എന്നിവയാണ് ഈ ഊർജം. രണ്ടാമത്തേത് ഭീമസേനൻ. വായുപുത്രനായ ഭീമൻ ശാരീരികവും മാനസികവുമായ അടങ്ങാത്ത ശക്തിയുടെ പ്രതീകമാണ്. നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയും ഇച്ഛാശക്തിയുമാണ് ഭീമൻ. മൂന്നാമത്തേത് അർജുനൻ. ദേവേന്ദ്രൻ്റെ പുത്രനായ അർജുനൻ ലക്ഷ്യബോധം, ഏകാഗ്രത, കഴിവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. നാലാമത്തേത് നകുലൻ. അഞ്ചാമത്തേത് സഹദേവൻ. അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരായ ഇവർ അറിവ്, വിവേകം, സൗന്ദര്യം, മറ്റുള്ളവരോടുള്ള കരുണ, സേവന മനോഭാവം എന്നിവയുടെ പ്രതീകങ്ങളാണ്. ഈ 5 ഊർജങ്ങളും ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത്. ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
നമ്മുടെ ശക്തിയും കഴിവും അറിവും ഉപയോഗിച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടണം എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 5 ഊർജങ്ങളെയും ഒരുമിപ്പിച്ച് അധർമ്മത്തിനെതിരെ നയിക്കുന്ന ശക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആരാണ് കൃഷ്ണൻ? അദ്ദേഹം നമ്മുടെ ഉള്ളിലെ സ്ഥിതപ്രജ്ഞയാണ്, അതായത് ഇളക്കമില്ലാത്ത ബുദ്ധിയാണ്. ജീവിതമാകുന്ന രഥത്തിലെ സാരഥിയാണ് കൃഷ്ണൻ. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് ധർമ്മമാകുന്ന വഴിയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആന്തരികമായ ചൈതന്യമാണത്. ഞാൻ ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഇച്ഛയും ജ്ഞാനവും ഇല്ലായിരുന്നെങ്കിൽ പാണ്ഡവർക്ക് കുരുക്ഷേത്രത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതിൻ്റെ സന്ദേശം വളരെ ലളിതമാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ മനസ്സും നമ്മുടെ കഴിവും ഇളകാത്ത ബുദ്ധിയും ഒന്നിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. ഒഴിവാക്കേണ്ട 10 കർമ്മങ്ങൾ. മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവയെ ദശകർമ്മ മാലിന്യങ്ങൾ എന്ന് വിളിക്കാം. ഇവ നമ്മുടെ ആന്തരികമായ സമാധാനത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്നു. ശരീരം കൊണ്ടൊഴിവാക്കേണ്ട 3 എണ്ണം. ഹിംസ, അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കൽ. മോഷണം, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നതും കട്ടെടുക്കുന്നതും. വ്യഭിചാരം, ആധാർമികമായ ശാരീരിക ബന്ധങ്ങൾ. ഇനി വാക്കുകൊണ്ടൊഴിവാക്കേണ്ട 4 എണ്ണം. അസത്യം പറയുക, കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുക, ഏഷണി, അപവാദം പ്രചരിപ്പിക്കുക എന്നിവയാണ് അവ. ഇനി മനസ്സുകൊണ്ടൊഴിവാക്കേണ്ട 3 എണ്ണം. അന്യൻ്റെ ധനത്തിലുള്ള ആഗ്രഹം, സഹജീവികളോടുള്ള വിദ്വേഷം, കർമ്മഫലത്തിലുള്ള അവിശ്വാസം. ഈ 10 കാര്യങ്ങൾ ബോധപൂർവം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സ് കൂടുതൽ ശുദ്ധവും ശാന്തവുമാകും. മഹാഭാരതം നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം എന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. ശക്തമായ കൊടുങ്കാറ്റും മഴയും വരുമ്പോൾ കാക്കയും മറ്റു ചെറിയ പക്ഷികളും മരപ്പൊത്തുകളിലും ഇലകൾക്കിടയിലും ഒളിക്കാൻ ശ്രമിക്കും. എന്നാൽ പരുന്ത് ആ മഴമേഘങ്ങൾക്കും മുകളിലേക്ക് പറന്നുയർന്ന് കാറ്റിനെയും മഴയെയും അതിജീവിക്കുന്നു. ഇതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യൻ അതിൽ പെട്ടുഴലുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ജ്ഞാനിയായ ഒരാൾ ആ പ്രശ്നങ്ങൾക്ക് മുകളിൽ തൻ്റെ ബുദ്ധിയെയും വിവേകത്തെയും പ്രതിഷ്ഠിച്ച് ശാന്തനായി നിലകൊള്ളുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. നിരന്തരമായ സാധനയിലൂടെയും പരിശീലനത്തിലൂടെയും ആർക്കും ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മഹാഭാരതം കേവലം ഒരു കഥയോ കുറെ കഥാപാത്രങ്ങളുടെ ചരിത്രമോ അല്ല. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ആന്തരികമായ ഭൂപടം കൂടിയാണ്. കുരുക്ഷേത്ര യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. അത് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ധർമ്മത്തെ കേന്ദ്രബിന്ദുവാക്കി നമ്മുടെ ശക്തിയെയും കഴിവിനെയും ഏകാഗ്രതയോടെ ഉപയോഗിച്ച് ഇളകാത്ത ബുദ്ധിയുടെ സഹായത്തോടെ മുന്നോട്ട് പോയാൽ ജീവിത വിജയം സുനിശ്ചിതമാണ്. വ്യാസൻ നമുക്ക് നൽകുന്നത് ഈ ഒരു മാർഗദീപമാണ്. അതിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഈ അറിവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതയാത്രയിൽ പ്രകാശമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി.